നിങ്ങളെ ഇങ്ങനത്തെ ഒരു പൂവ് കണ്ടിട്ടുണ്ടോ? നമ്മൾ ഈ വാടാമല്ലിയുടെ ഒക്കെ ആ ഒരു ടൈപ്പ് സാധനമുണ്ട്. ഇത് നമ്മളെ ഷോപ്പിന് മുന്നിൽ ഒരുപാട് കാഴ്ചകൾ കാണും. ഇതിൻ്റെ ഒരു പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിലോ, ഇത് തണുപ്പ് കാലം സ്റ്റാർട്ട് ചെയ്യില്ലേ, ആ ഒരു ടൈമിൽ സാധനം കഴിക്കണം. ഇത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മാസത്തോളമൊക്കെ ഇതിങ്ങനെ വാടാണ്ട് ഇങ്ങനെ നിൽക്കും. നല്ല അടിപൊളിയായിട്ട് നിൽക്കും. നല്ല ഭംഗിയുണ്ടാകുന്നതാണ്. ഇത് ആർക്കെങ്കിലും എൻ്റെ തൈ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ പറ്റാം. നമ്മൾ കടയിൽ ഇത് ഒരുപാട് സാധനം കഴിച്ചിട്ടുണ്ട്. വാടാമല്ലിയുടെ ഒക്കെ ടൈപ്പാണ്. പക്ഷെ നല്ല ഭംഗിയാണ്. നല്ല ഇങ്ങനത്തെ വയലറ്റ് കളറിൽ നല്ല രസമായിട്ട് കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഈ മൂന്നാറിലൊക്കെ മറ്റേ നീലക്കുറിഞ്ഞി പൂക്കാനൊക്കെ കിട്ടില്ല. അങ്ങനത്തെ സംഭവം. ഇത് തണുപ്പിന് മാത്രമേ സാധനം ഉണ്ടാവുള്ളൂ. തണുപ്പ് ക്ലൈമറ്റ് ആവില്ല. നവംബറൊക്കെ ഒരു സീസൺ ആകുമ്പോൾ ഈ സാധനം കഴിക്കും. നവംബറിലൊക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഒരു ജനുവരി ഫെബ്രുവരി വരെ നല്ലപോലെ ഫ്ലവർ കണ്ടമാണെങ്കിൽ തിങ്ങി കഴിച്ചിട്ട് ഇങ്ങനെ നിൽക്കും. ഇതാർക്കെല്ലാം ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, അതിൻ്റെ വീഡിയോ ഞാൻ കാണിച്ചിട്ടാണ്. നിങ്ങൾ ഷോപ്പിന് മുന്നിൽ സാധനം കഴിച്ചിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചിട്ടാണ്. അത് വേണം. ഒരു ചെറിയ തൈ കൊണ്ട് ചെറുതാണ്. ഇതിനുള്ളിൽ ചെറിയ ചെറിയ വിത്തുകളൊക്കെ ഉണ്ട്. ഈ വിത്തുകളുണ്ടല്ലോ ഞാൻ കാണിച്ചിട്ടാണ്. ഈ പൂവ് ഇതിങ്ങനെ ജസ്റ്റ് ഉണങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പൂവിനുള്ളിൽ കാണുന്നുണ്ടല്ലോ, ഇതാണ് എൻ്റെ വിത്തുകളാണ്. ഈ സാധനം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് പിടിക്കും. ആർക്കെങ്കിലും ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഇതും നമ്മളെ ഷോപ്പിൽ വെച്ചിട്ടുള്ള ചെടിയാണ് കേട്ടോ. ഇത് ഈ കടലാസ് പൂവിൻ്റെ ചെടി ഉണ്ടല്ലോ, ഇത് നല്ലപോലെ ഉണ്ടായിട്ട് കാച്ചിക്കുന്ന ചെടിയാണ്. ഇതിന് നമ്മൾ വളർത്തി കൊടുത്തിട്ടുണ്ടാകുന്ന 2 ദിവസം മുമ്പ്. അപ്പോൾ അതിനിടയിൽ ഇപ്പം ഇങ്ങനെ ഒരാൾ പുതിയതായിട്ട് കാഴ്ചക്കുന്നുണ്ട്. ഇത് നമ്മളെ ഈ തുളസിയിലല്ല എന്നൊക്കെ പറയില്ലേ, തുളസി കഞ്ഞിക്കൂർക്ക, പനിക്കൂർക്ക, ആ സാധനം തോന്നുന്നുണ്ട്. അപ്പം അത് ഭയങ്കരമായിട്ട് നല്ലപോലെ വളർന്നിട്ടുണ്ട്. വളർത്തി കൊടുത്തപ്പോൾ പൂടാൻ വേണ്ടി വളർത്തി കൊടുത്തതാണ്. അപ്പോൾ ഭയങ്കരമായിട്ട് അത് കാഴ്ചക്കണം. ഞാൻ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നുള്ളൂ. നമ്മളെ വാടാമല്ലി എന്ന് പറഞ്ഞില്ലേ ഞാൻ, ആ ഒരു പൂവിൻ്റെ ചെടിയാണ് ഈ നിൽക്കുന്നത്. ഈ സംഭവം നമ്മൾ ആകെ ഒരു 2-3 തൈ മാത്രം ഇതിലുണ്ടായിരുന്നുള്ളൂ. ഇത് ഈ പൂമത്തെ വിത്ത് ഉണ്ടല്ലോ, പൂമത്തെ വിത്ത് ഓട്ടോമാറ്റിക്കലി അതിലോട്ട് തന്നെ വീഴും. കൊഴിഞ്ഞ് വീണിട്ട് വീണ്ടും നല്ലപോലെ അവിടെ പടർന്ന് പിടിക്കുകയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ 1-2 തൈ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1 month കൊണ്ട് നല്ല ഗ്രോത്ത് ഉണ്ടാവട്ടെ. ഈ സാധനം നല്ലപോലെ വളം ചെയ്ത് കൊടുത്തിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല വലിയ ചെടിയും നല്ല വലിയ ഫ്ലവറൊക്കെ ഉണ്ടാവും. ഇത് ഇയർലി 1 ടൈം മാത്രം ഫ്ലവർ കായ്ക്കുള്ളൂ. ഇയർലി കായ്ച്ചിട്ടുണ്ടെങ്കിൽ ഒരു 4 മാസത്തോളം നമുക്കിത് ഇങ്ങനെ നല്ല തിക്നെസ് ആയിട്ട് കിട്ടും. അപ്പോൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പറിൽ കമൻറ്റ് ചെയ്താൽ മതി.